ഇപ്പോൾ രാജ്യമെങ്ങുമുള്ള ഒരേയൊരു സംസാരം അയോധ്യ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ജനുവരി 22-ന് നടക്കാനിരിക്കുകയാണ്. രാമക്ഷേത്രത്തിലേക്കാണ് ലോകമൊന്നടക്കം അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 22-ന് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് വലിയ ആഘോഷത്തോടെയാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളും അരങ്ങേറുക. ചടങ്ങിൽ രാഷ്ട്രീയ, സാംസ്കാരിക, കലാകായിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്ന വാർത്തയും ഇന്നു മുമ്പ് പുറത്തുവരികയും ചെയ്തിരുന്നു. ശ്രീരാമന്റെ വലിയ വിഗ്രഹം അന്നേ ദിവസമാണ് പ്രതിഷ്ഠിക്കുക. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന രാംലല്ലയുടെ വിഗ്രഹത്തിന് 51 ഇഞ്ച് ഉയരവും 1.5 ടൺ ഭാരവുമാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി അയോധ്യയിൽ നിന്ന് കാശിയിലേക്ക് രാംജ്യോതി കൊണ്ടുവരുന്നത് 2 മുസ്ലിം സ്ത്രീകളാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ആ വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്യുന്നത്. വാരണാസിയിൽ നിന്നുള്ള നസ്രീൻ അൻസാരിയും നജ്മ പർവീനുമാണ് ദീപം അയോധ്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഭഗവാൻ ശ്രീരാമൻ എല്ലാവരുടെയും പൂർവികനാണെന്ന സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ഇവരുടെ ഈ യാത്രയുടെ ലക്ഷ്യം. എല്ലാ ഇന്ത്യക്കാരും ഒരേപോലെയാണെന്നും ഇവർ പറയുകയും ചെയ്യുന്നു. ദീപവുമായി ഇവരുടെ അയോധ്യയിലേക്കുള്ള യാത്ര കാശിയിലെ ഡോംരാജ് ഓം ചൗധരിയും പാടൽപുരി മഠത്തിലെ മഹന്ത് ബാലക് ദാസും ചേർന്ന് ഫ്ലാഗ് ഓഫും ചെയ്തു. അതുമാത്രമല്ല, നജ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ നജ്മ BHUവിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് PhD ചെയ്തിട്ടുണ്ട്. 17 വർഷമായി നജ്മ രാമഭക്തയാണ്. നസ്രീനും നജ്മയും മുത്തലാഖിനെതിരെ പോരാടുകയും ചെയ്തിട്ടുണ്ട്. 2006-ൽ സംഗത് മോചൻ ക്ഷേത്രത്തിൽ ഭീകരർ ബോംബിട്ടപ്പോൾ ഇരുവരും 70 മുസ്ലിം സ്ത്രീകളുമായി ക്ഷേത്രത്തിൽ പോയി ഹനുമാൻ ചാലിസ ചൊല്ലി സാമുദായിക സൗഹാർദ്ദത്തിനായി ശ്രമിക്കുകയും ചെയ്തു. അന്നു മുതൽ രാമനവമിയിലും ദീപാവലിയിലും 100 കണക്കിന് മുസ്ലിം സ്ത്രീകളോടൊപ്പം ശ്രീരാമ ആരതി നടത്തുകയും ചെയ്തിരുന്നു അവർ. മഹത് ശംഭു ദേവാചാര്യ അയോധ്യയിൽ വെച്ച് ഇവർക്ക് രാംജ്യോതി കൈമാറി. അങ്ങനെ രാംജ്യോതിയുമായി സ്ത്രീകൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അയോധ്യയിലെ മണ്ണും സരയുവിലെ പുണ്യജലവും കാശിയിലേക്ക് അവർ അങ്ങനെ കൊണ്ടുവരികയും ചെയ്യും. രാംജ്യോതിയുടെ വിതരണം ജനുവരി 21-ന് ആരംഭിക്കും. അതേപോലെ കഴിഞ്ഞ ദിനം അയോധ്യയിലെ രാംലല്ലെ അഭിഷേകം ചെയ്യാൻ വേണ്ടി 155 രാജ്യങ്ങളിൽ നദികളിൽ നിന്നുള്ള ജലം എത്തിച്ചിരുന്നു. BJP MLA വിജയ് ചോളിയുടെ നേതൃത്വത്തിലായിരുന്നു 155 രാജ്യങ്ങളിൽ നിന്നുള്ള നദീജലം അയോധ്യയിൽ എത്തിച്ചത്. മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ജന്മസ്ഥലമായ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ജലവും അയോധ്യയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ചൈന, ലാവോസ്, ലാറ്റ്വിയ, മ്യാൻമാർ, മംഗോളിയ, സൈബീരിയ, ദക്ഷിണ കൊറിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അടക്കമായിരുന്നു നദീജലം സംഭരിച്ചത്. സൗദി അറേബ്യയിൽ നിന്നും ഹിന്ദുക്കളും ഇറാനിൽ നിന്നും മുസ്ലിം സ്ത്രീകളും വെള്ളം അയക്കുകയും ചെയ്തു. അതുപോലെ കസാഖിസ്ഥാനിൽ നിന്ന് വെള്ളം എത്തിച്ചു. സിഖ് സഹോദരങ്ങളുടെ സഹായത്തോടെ കെനിയയിൽ നിന്നും സിന്ധികൾ വഴി പാകിസ്ഥാനിൽ നിന്നും വെള്ളം ശേഖരിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അടുത്ത അംഗമായ ദിനേശ് ചന്ദ്രക്കാരന് വെള്ളം നിറച്ച കലശം കൈമാറുകയും ചെയ്തത്. എന്തായാലും പ്രാണപ്രതിഷ്ഠാ സമയത്ത് ജലാഭിഷേകത്തിനായി ഈ ജലമായിരിക്കും ഉപയോഗിക്കുക. എന്തായാലും പ്രാണപ്രതിഷ്ഠയുടെ നാളുകൾ ഓരോ ദിനം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിനവും പുറത്തു വരുന്നത്. അതുപോലെ കേരളത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം മന്ത്രി KB ഗണേഷ് കുമാറിനെയും നടൻ ശ്രീനിവാസനെയും BJP പ്രവർത്തകർ നേരിട്ടെത്തി രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ നടൻ മോഹൻലാലിനെയും മാതാ അമൃതാനന്ദമയ്യമ്മയും എന്നിവരെയും ഔദ്യോഗികമായി ആദ്യം തന്നെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. രജനീകാന്ത്, അമിതാഭ് ബച്ചൻ തുടങ്ങിയവർ ചടങ്ങിൽ തീർച്ചയായും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. അതുപോലെ അനുപം ഖേർ, അക്ഷയ് കുമാർ, പ്രമുഖ സംവിധായകരായ രാജ്കുമാർ ഹിറാനി, സഞ്ജയ് ലീല ബൻസാലി, രോഹിത് ഷെട്ടി, നിർമ്മാതാവ് മഹാവീർ ജെയിൻ, ചിരഞ്ജീവി, ധനുഷ്, ഋഷഭ് ഷെട്ടി തുടങ്ങിയവർക്കും ക്ഷണമുണ്ട്. അയോധ്യ ലോകത്തിനായി തുറന്നു കൊടുക്കുമ്പോൾ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.